ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇത്ര ദിവസം വീഡിയോ ഒക്കെ ഇടാതിരുന്നതേ മക്കൾക്കൊക്കെ പനി വന്ന്, പിന്നെ ആ പനി നമുക്കും കിട്ടി. അങ്ങനെ 2-3 ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പനി ഇന്നിപ്പോഴും വലിയ സുഖമായിട്ടില്ലടോ. ഭയങ്കര മേലും കയ്യും വേദനയൊക്കെ ആയിട്ട് അങ്ങനെ. എന്താണ് എല്ലായിടത്തും ഉണ്ടോ അങ്ങനെ? അപ്പോൾ നമ്മളെ വീഡിയോ ഇടാൻ അങ്ങനെ വഴുകിയതാണ്. പിന്നെ നമ്മൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നല്ല സന്തോഷ വാർത്തകളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നത് തന്നെയാണ് ഞാനിട്ടാണ്. നമുക്കെന്തായാലും നമ്മൾ ഒരുപാട് കാലമായി, ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി ഞാൻ വീട്ടിലിങ്ങനെ നമ്മളെ ഫാമിങ് തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഫാമൊക്കെ ഒന്ന് വേറെ രീതിക്കൊന്ന് ലെവലിക്കൊന്ന് വിപുലീകരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു ഫാമൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലമൊക്കെ അൽഹംദുലില്ലാ റെഡി ആയിട്ടുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കോഴിയും ആടും അങ്ങനെ ഒരു സംയോജിത കൃഷിയായിട്ട് നമുക്ക് തുടങ്ങാനാണ് താല്പര്യം. അപ്പോൾ നമ്മളെ നാടൻ കോഴീനെ പിന്നെ ഓരോ ഇതിനനുസരിച്ചിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കളക്ഷനൊക്കെ ആയിട്ട് നമുക്ക് നാടൻ കോഴീനെ ഒന്നും അല്ലാണ്ട് വിപുലീകരിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഷെഡും കാര്യങ്ങളും അതിൻ്റെ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 2-3 വട്ടം ഫാമിൽ സ്ഥലത്ത് പോയി വന്നെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നു കേട്ടോ. കാരണം അവിടെ ചെന്നാൽ പിന്നെ അതിൻ്റേതായൊരു തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ മറന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മളെ ഫാം എവിടെയാണെന്നും നമ്മളെ ഫാമിലത്തെ കാര്യങ്ങളും ഫാമിൽ എന്തൊക്കെ പണിയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫാമിൻ്റെ കാര്യങ്ങളും ഫാമിൻ്റെ ഷെഡും കാര്യങ്ങളും നമ്മളതൊക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അള്ളാ. പിന്നെ നമ്മളതിലുള്ള പേരൻസ്റ്റോക്കായിട്ട് ഞാൻ കുറച്ച് കളക്ഷനൊക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഈ ഫാമിലുള്ള കോഴികളെയൊക്കെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. പോരാത്തതിന് നമുക്ക് ഇൻക്യുബേറ്ററിൽ വിരിയിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ കുറച്ച് നല്ല വെറൈറ്റി പുള്ളി കളക്ഷനൊക്കെ നമ്മൾ ഒരുപാട് ആളുകളെയൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് കൊറിയറായിട്ട്. അപ്പോൾ അത് കൊണ്ടുവരണം, അതൊക്കെ സെറ്റാക്കി എടുക്കണം. പല പല ആഗ്രഹങ്ങളുണ്ട്. അതേപോലെ ആടിനെ വളർത്തണം. നമ്മളെ ഫാമിൽ ആടും കോഴിയും കൂടിയും ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റേതായ കാര്യങ്ങളിലൂടെയൊക്കെ നടന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം. കാരണം നമ്മൾ ചെറിയൊരു സംരംഭത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങിയൊരു സംരംഭമാണ്. അത് വലിയ ഫാം അടിസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അൽഹംദുലില്ലാ. അപ്പോൾ അതിന് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എന്തായാലും കൂടുതൽ നമുക്കിവിടെ വീട്ടിൽ കൂടുതൽ വളർത്താൻ വേണ്ടി പറ്റുന്നില്ല. നമ്മളെ കോഴികൾ ഇപ്പം തന്നെ ഇത്രയും കളക്ഷൻ ഉണ്ട് ഇവിടെ. ഇവരെയൊക്കെ കൂടി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം ആ ഫാമിലേക്ക്. പോരാത്തതിന് നമ്മളടുത്തില്ലാത്ത കളക്ഷനൊക്കെ നമുക്ക് വെറൈറ്റി പുള്ളികളും എല്ലാതും കേട്ടോ. നമുക്ക് പുള്ളി മാത്രമല്ല, നമ്മൾ എപ്പോഴും എല്ലാം കൂടി ഒന്നിച്ചിട്ട് വളർത്താനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും പാടെ നിൽക്കാനും ഇതിനൊന്നും ഒരു സൗകര്യമില്ല. അപ്പോൾ നമുക്ക് പുറത്തേക്ക് വിടുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു ഷെഡൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇൻഷാ അള്ളാ അതോട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ നമ്മൾ ഒരു സംയോജിത കൃഷിയായിട്ട് ആട്, കോഴി, പശു, അതേപോലെ അതിലെല്ലതും കൂടിയിട്ടുള്ളൊരു ഫാമിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഓരോന്നിനെ വാങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫുൾ ടൈം ഇനി ഫാമിങ്ങിലേക്ക് ഇറങ്ങണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടീവ് ഉണ്ടാവണം. തുടർന്നും വീഡിയോ കാണാനും അതേപോലെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കൊരു ഫാമിലേക്ക് നമ്മളിപ്പോൾ എപ്പോഴും നമ്മളുടെ ഈ ഒരു കുറഞ്ഞ സ്ഥലത്ത് 100 കോഴികളെ വളർത്തിയിട്ടുള്ളൊരു അനുഭവം കൊണ്ട് നമ്മൾ കൂടുതൽ സ്ഥലത്തേക്ക് ഇത് വ്യാപിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫാം നടത്തുന്ന ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ളതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അതേപോലെ നമുക്ക് നമ്മളെ നാടൻ കോഴിയും പിന്നെ കുറച്ച് BV380 കോഴീനെയും ഇങ്ങനെ വളർത്തണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ശരിയായിട്ടില്ല. അതിങ്ങനെ നമുക്ക് സംരംഭക ലോണായിട്ടൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ, നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്വയം തൊഴിലിനുള്ള അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെ നാടൻ കോഴിയാണ് നമ്മളുടെ മെയിൻ ഇത്. അപ്പോൾ ഹാച്ചിങ്ങും ഉദ്ദേശിക്കുന്നുണ്ട്. നാടൻ കോഴികളെ വിരിയിച്ച് കൊടുക്കുക, അതേപോലെ ആവശ്യക്കാർക്ക് കൊടുക്കലും. പിന്നെ നാടൻ കോഴികൾക്ക് നമുക്ക് നല്ല സെയിലുള്ളതാണല്ലോ. നമുക്ക് പൂവന്മാരൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് നമ്മളോട്. പക്ഷേ നമുക്ക് കൊടുക്കാനില്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ നമ്മളുടെ ഫാമിൽ എന്തൊക്കെ പണികൾ നമ്മൾ ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഇൻഷാ അള്ളാ ഞാൻ വീഡിയോ ആയിട്ട് വരണ്ട്. 2-3 വട്ടം ഞാൻ പോയിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല.
അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അതിൻ്റെ അപ്ഡേഷനൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴി വേണമെങ്കിലും അതേപോലെ ബൾക്കായിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മളിനി കൂടുതൽ ഓർഡറൊക്കെ എടുക്കും. കാരണം ഈ ഒരു കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് വിരിയിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ കോഴികൾക്ക് എല്ലാവർക്കും നിൽക്കാനുള്ളൊരു സൗകര്യം ഇല്ല. അതുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല. ഇനി നമ്മൾ ഇതിൽ തന്നെ നമ്മളെ ഈ കോഴിയിൽ തന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ നമ്മൾ ആദവനാട് ഫാമിൽ നിന്ന് കൊടുന്നൊരു 3 ഗ്രാമശ്രീ കോഴി ഇതിലുണ്ട്. ഇനി നമ്മൾ വളർത്തുന്നിടത്ത് പറഞ്ഞാൽ ഗ്രാമശ്രീ കോഴി ഉണ്ടാവില്ല. അവരെ 3 ഞാൻ ഇവിടെ ഈ ഇടുള്ളൂ, ആ ഫാമിലേക്ക് കൊണ്ടുപോവില്ല. അപ്പോൾ പക്ക നമ്മളുടെ നാടൻ കോഴികൾ മാത്രം, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നാടൻ കോഴികൾക്ക് ആവശ്യമുള്ളവരും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക, നമ്മളിൽ നിന്ന് വാങ്ങി സഹകരിക്കുക. അതേപോലെ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു ഫാം ഇടുക എന്നുള്ളത്. അതിൽ കോഴി മാത്രമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആടുകളെ. അപ്പോൾ ആടുകളെ വളർത്താനും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അതിൻ്റെ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേഷനൊക്കെ ആയിട്ട് നിങ്ങളെത്തി വരുന്നുണ്ട്. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ, എങ്ങനെ പോകണു ഫാമിങ്ങൊക്കെ, എല്ലാവരുടെയും കോഴി വളർത്തലൊക്കെ, അസുഖങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പം മഴ കുറച്ചായിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അസുഖം എന്ന് പറയാനായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷേ പിന്നെ നമ്മൾ മഴ ഉണ്ടാകുന്ന സമയത്ത് പുറത്തേക്ക് വിടാറില്ല. മഴ ഇല്ലാത്തൊരു സമയമാകുമ്പോൾ പുറത്തേക്ക് വിടും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പേരൻസ് സ്റ്റോക്കിൽ കുറച്ച് കുട്ടികളെ ഇറക്കിയിട്ടുണ്ട്. നമ്മളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതിൽ പുള്ളിക്കുട്ടികളുണ്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മളെ അടുത്തുള്ളത് കൊണ്ട് നമുക്ക് ഫാമിങ് കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ പുള്ളിക്കോഴികളൊക്കെ വിരിച്ചിറക്കിയതാണ്. നമ്മളെ ഫാമിലുള്ള കോഴിയുടെ കുട്ടികൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിക്ക്. അപ്പോൾ അതൊന്നും സെയിൽ ചെയ്യണില്ല കേട്ടോ. ഓരോരുത്തരും അതേപോലെ നേക്കിഡിനേക്ക് പോവാനും നേക്കിഡിനേക്ക് പെടയൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പേരൻസ് സ്റ്റോക്കൊക്കെ ഇടുന്നതാണ്. ഇതിന്ന് കുറച്ച് കോഴികൾ പേരൻസ് സ്റ്റോക്കൊക്കെ ഉള്ളതാണ്. കുറച്ചൊന്നല്ല, ഒരുവിധം കോഴികളൊക്കെ അതിൽ പേരൻസ് സ്റ്റോക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവരിപ്പോൾ ഈ കോഴിക്കൂട്ടിൽ നിന്ന് വിടാതായിട്ട് അവർ പരസ്പരം അങ്ങോട്ട് കൊത്തിയിട്ടും പിടിച്ചിട്ടൊക്കെ ആയിട്ട് ചില കോഴികളുടെ ബാക്കൊക്കെ കണ്ടില്ലേ, ഭയങ്കര കൊത്തി തിന്ന പോലെയൊക്കെ ഉണ്ട്. കാരണം എന്നും പുറത്തേക്ക് വിടുന്ന കോഴികളല്ലേ, അവരെ നമ്മൾ പുറത്തേക്ക് വിടാതിരുന്ന് നോക്കുമ്പോൾ അവർ പരസ്പരം ഭയങ്കര ഒരു ഇതായിട്ട് നിന്ന കാരണം കൊണ്ടേ. അപ്പോൾ അങ്ങനെ ചിലവരെ പിന്നെ അടയിരിക്കുന്ന കോഴികളുടെയൊക്കെ പുറം പോയിട്ട് കൊത്തിയിട്ടൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പുല്ലും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇപ്പോൾ പനിയായിട്ട് കാരണം കൊണ്ട് പുല്ലും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കലില്ല. അതിൻ്റേതായൊരു ഇതൊക്കെ ഉണ്ട് അവർക്ക്. എന്തായാലും നമുക്ക് നമ്മൾ പോണോടത്ത് കോഴികളെ അഴിച്ചു വിടാനുള്ള സൗകര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടത്തിന് പുല്ലും പോച്ചൊക്കെ കടിച്ച് പറിച്ച് തിന്നാനുള്ളൊരു സൗകര്യം കൂടി നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദിയുണ്ട്. കാരണം ഞാൻ ചെറുതായിട്ട് വെറുതെ ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയതാണ്. പിന്നെ നിങ്ങളെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. ഇതുവരെ എത്തി 3500 സംതിങ് സബ്സ്ക്രൈബേഴ്സായി. അത്രയും സബ്സ്ക്രൈബർ ആയത് തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. മോണിറ്റൈസിങ് ഒക്കെ എനിക്ക് എപ്പോഴോ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ വീഡിയോ ഇടാറില്ല. അത് കാരണം കൊണ്ട് നമുക്ക് പൈസ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ മോണിറ്റൈസിങ് ആയി. അതൊക്കെ എനിക്കൊരു 6 മാസം കൊണ്ട് തന്നെ മോണിറ്റൈസ് ആയിട്ടുണ്ട്. കുറേ ആളുകളോട് മെസ്സേജിൽ ചോദിക്കാറുണ്ട് മോണിറ്റൈസ് ആയോ എന്ന്. മോണിറ്റൈസ് ആയിക്കണ്. അതൊരു 5-6 മാസം കൊണ്ട് തന്നെ മോണിറ്റൈസ് ആയിക്കണം. പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്ത കാരണം കൊണ്ട് പൈസ കിട്ടാനായിട്ടില്ല എന്ന് മാത്രം. ആദ്യമൊക്കെ ഞാൻ 1-2 വീഡിയോ വിടുമ്പോൾ പെട്ടെന്ന് ഡോളറൊക്കെ കയറിയിരുന്നു, കുഞ്ഞു പൈസകളൊക്കെ ആയിട്ട്. ഇപ്പം അങ്ങനെ ഇടലില്ല. ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഇടാറില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പനിയും കാര്യങ്ങളും നമ്മളുടെ ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റുന്നില്ല. നമ്മളുടെ ശബ്ദം തെളിയാത്ത കാരണം കൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഡിലേ ആവണതാണ് കേട്ടോ. പിന്നെ കുട്ടീനെയൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഇതാകുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ഡിലേ ആയി പോയതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഡെയിലി ഞാൻ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഡെയിലി ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യണത് എന്നൊക്കെ. അപ്പോൾ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി തുടങ്ങുന്നവർക്കൊക്കെ അതൊക്കെ ഒരു ഉപകാരമാവും. എന്തായാലും അല്ലാഹു ഹൈറിലാക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ചെറുതിൽ നിന്നും പിന്നെ ഒരു പടവും കൂടി മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോലുള്ള നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ കോഴീനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന കോഴികളെ ഈ പറഞ്ഞ പോലെ ഒന്നും കൂടി മെച്ചപ്പെട്ട രീതിയിൽ വളർത്തിയിട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ ഹാച്ചിങ്ങും എല്ലാം നമ്മളിങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. പടിപടിയായിട്ട് നമ്മൾ
വലിയൊരു തന്നെയാണ് നമ്മളെ മനസ്സിലുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഈ ഒരു കുഞ്ഞു സംരംഭം വളർന്ന് വലുതാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം. അപ്പോൾ ഞാനിനി അടുത്ത വീഡിയോ ഇടുമ്പോൾ ഫാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ, അതൊക്കെ ഞാൻ ഇടാം. പിന്നെ ഡെയിലി ഞാനിങ്ങനെ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളും അന്നന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നുണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എനിക്ക് ആടുകളെ വളർത്താം എന്നുള്ളത്. അതും കൂടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. താങ്ക് യു.